നമസ്കാരം. മല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വേഴ്സസ് ഇപ്സ്വിച്ച് ടൗൺ മത്സരത്തിന്റെ വിശേഷങ്ങളാണ്. അപ്പോൾ കോണ്ടന്റ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. റൂബൻ അമോറിം മാനേജറായിട്ട് വന്നതിന് ശേഷമുള്ള ആദ്യത്തെ മത്സരമാണ്. ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്കൊക്കെ കഴിഞ്ഞ് പ്ലേയേഴ്സിന്റെ സൈഡിൽ നിന്നും ഒരു മാനേജർ ബൗൺസ് പെർഫോമൻസ് ഒക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. 1-1 സമനില വഴങ്ങുന്ന ഒരു യുണൈറ്റഡ് ടീമിനെയാണ് നമ്മളിന്ന് കണ്ടത്. 1-0 ഒരു ഏർലി ഗോൾ ലീഡൊക്കെ കിട്ടിയിട്ട് പോലും അത് മുതലാക്കാൻ ഈ ഒരു ടീമിന് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ വളരെ ഡിസപ്പോയിന്റിംഗ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. ഇത് റൂബൻ അമോറിയത്തിന്റെ ടീമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് മാത്രമേ ഞാൻ പറയൂ. കാരണം മിഡ്ഫീൽഡിലാണെങ്കിൽ എറിക്സൺ, കസമീറോ, ഡിഫൻസിൽ ജോണി ഇവാൻസ്, റൈറ്റ് വിങ് ബാക്കായിട്ട് ഇന്ന് കളിച്ചത് അമദ് ദിയാലോ ആണ്. അവരൊക്കെ ഫേവറേറ്റ് പ്ലെയേഴ്സ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ പല പ്ലെയേഴ്സിനെയും അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ഇന്ന് ഒരു കിഡിലൻ സ്റ്റാർട്ട് തന്നെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ലഭിച്ചു. കളി തുടങ്ങി 2ാമത്തെ മിനിറ്റിൽ തന്നെ റാഷ്ഫോർഡിന്റെ ഒരു കിഡിലൻ ഗോൾ വരുന്നു. റൈറ്റ് വിങ്ങിലൂടെ അമദ് ദിയാലോ ആണ് ഈ ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. പുള്ളി റൈറ്റ് വിങ്ങിലൂടെ ഡ്രിബിൾ ചെയ്ത് മുമ്പോട്ട് പോയി ഒരു അടിപൊളി പാസ് റാഷ്ഫോർഡിന്റെ കാലിലേക്ക് എത്തിക്കുന്നു. ഒരു ഡീസന്റ് ഫിനിഷ് റാഷ്ഫോർഡിന്റെ സൈഡിൽ നമ്മൾ കണ്ടു. അങ്ങനെ 1-0 ലീഡ് കിട്ടുന്നു. എന്നാൽ ഈ ലീഡ് വഴങ്ങിയതിന് ശേഷം പിന്നെ ഇപ്സ്വിച്ച് പതുക്കെ കളിയിലേക്ക് തിരിച്ചു വന്നു. ഇപ്പൊ സ്റ്റാറ്റൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 ചാൻസുകളോളം ഇരു ടീമുകൾ ക്രിയേറ്റ് ചെയ്ത്. എനിക്ക് തോന്നുന്നു ഇപ്സ്വിച്ചിന്റെ സൈഡിൽ നിന്നാണ് കുറച്ചുകൂടി ക്ലിനിക്കലായിട്ടുള്ള ഷോട്ട് ഓൺ ടാർഗറ്റ് ഒക്കെ വന്നിട്ടുള്ളത്. ഒനാന ഇന്നൊരു ഡീസന്റ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളിയുടെ സൈഡിൽ നിന്ന് 3-4 ക്ലോസ് റേഞ്ചിലുള്ള സേവ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഫസ്റ്റ് ഹാഫിന്റെ അവസാന ഘട്ടത്തിൽ ഇപ്സ്വിച്ച് കളിയിലേക്ക് തിരിച്ചു വരുന്നു. ഹച്ചിൻസന്റെ ഒരു അടിപൊളി ഗോളാണ് നമ്മളിവിടെ കണ്ടത്. പുള്ളി ബോക്സിന്റെ അടുത്തേക്ക് വന്ന് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കോർണറിലേക്ക് ഒരു മഴവില് ഷോട്ട് അടിക്കുന്നു. ചെറിയൊരു ഡിഫ്ലക്ഷനോടെ ഇത് ബോക്സിനകത്തേക്ക് എത്തി. ഒനാന ചാടിയൊക്കെ നോക്കി, പക്ഷേ പുള്ളിക്കത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ വിചാരിച്ചു സെക്കൻഡ് ഹാഫിൽ കുറച്ചുകൂടി ശക്തമായിട്ട് യുണൈറ്റഡ് തിരിച്ചു വരും, സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ ഒരുപാട് പ്ലേയേഴ്സ് വരാനുണ്ട്. പക്ഷേ പഴയ പ്രശ്നങ്ങളൊക്കെ ഇന്നും ഉണ്ടായിരുന്നു. 2 പേര് പ്രസ് ചെയ്യുമ്പോഴേക്കും ബോൾ ലൂസാവുന്നു, മിസ്പാസ് വരുന്നു. ആകെയുള്ള ഒരു ടാക്ടിക്കൽ അപ്രോച്ച് എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിലെ പ്ലേയേഴ്സിന് ഒരു ലോങ് ബോൾ കൊടുക്കുക. പക്ഷേ ഈ ലോങ് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ കട്ട് ചെയ്ത് അകത്തേക്ക് കയറും, അല്ലെങ്കിൽ ഒരു ക്രോസ് ബോക്സിലേക്ക് ഇടുക, പ്ലേയേഴ്സിനെ കറക്റ്റായിട്ട് ഫൈൻഡ് ചെയ്യുക, അത് കൺവേർട്ട് ചെയ്യാൻ നോക്കുക എന്നുള്ള ഒരു സിറ്റുവേഷൻ പലപ്പോഴും നമ്മൾ യുണൈറ്റഡിന്റെ സൈഡിൽ നിന്ന് കാണുന്നില്ല. ഒരുപാട് മിസ്പാസുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ബോൾ ലൂസിങ് സെനാരിയോസ് ഉണ്ടായിരുന്നു. ഇപ്സ്വിച്ചിന് കുറച്ചുകൂടി ഉന്നമുണ്ടായിരുന്നെങ്കിൽ അവർ ഒരു 2 ഗോളൊക്കെ സെക്കൻഡ് ഹാഫിൽ സ്കോർ ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു. സെക്കൻഡ് ഹാഫിൽ സബ്സ്റ്റിറ്റ്യൂഷൻ വന്നു. 6 ഹോലൻഡ്, ഒരുപാട് പ്ലേയേഴ്സ് വന്നു. പക്ഷേ യാതൊരുവിധ ഇമ്പാക്ട് ഉണ്ടാക്കാനും ഈ പ്ലേയേഴ്സിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വസ്തുതയാണ്. അവസാനത്തെ 10 മിനിറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇപ്സ്വിച്ച് ആണ് കുറച്ചുകൂടി ക്ലിനിക്കൽ ആയിട്ടുള്ള ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത്. അവർക്ക് ഉന്നമില്ലാതെ പോയി, അല്ലെങ്കിൽ അവർ സ്കോർ ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റികൾ ഉണ്ടായിരുന്നു. അങ്ങനെ കളി അവസാനിക്കുമ്പോൾ 1-1 സമനിലയിൽ കളി അവസാനിക്കുകയും ചെയ്തു. കാര്യങ്ങൾ വളരെ വ്യക്തമാണ്. ഇനി അവൻ മാറി പെപ്പ് വന്നാൽ പോലും ഈ ടീമിനെ വെച്ചിട്ട് അധിക ദൂരം മുമ്പോട്ട് പോകാൻ പറ്റില്ല. ഒരുപാട് റീബിൽഡുകൾ നടത്തേണ്ടതുണ്ട്. എനിക്ക് തോന്നുന്നു സമ്മർ വരെ എങ്ങനെയെങ്കിലും തള്ളി നീക്കി സമ്മറിൽ പുതിയ പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ അപ്ഗ്രേഡ് ചെയ്യേണ്ട സമയം അതിക്രമിച്ചു എന്ന് പറയേണ്ടി വരും. 11 മത്സരങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചുകൊണ്ടാണ് പുള്ളി EPLിലേക്ക് വന്നത്. പക്ഷേ EPLിലെ ആദ്യത്തെ കളി തന്നെ സമനിലയിൽ പിരിയുകയും ചെയ്തു. ഈ ടീമിന്റെ ഒരു വീക്ക്നെസ് പുള്ളിക്ക് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. ഇപ്സ്വിച്ചിന് നമുക്കറിയാം കമ്പാരിറ്റീവ്ലി വീക്കർ ആയിട്ടുള്ള ഒരു ടീമാണ്. നോ ഡിസ്റെസ്പെക്ട് ടു ദം. പക്ഷേ യുണൈറ്റഡിന് ജയിക്കാൻ പറ്റിയ പ്ലേയേഴ്സ് ഉണ്ട്. അത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് വ്യക്തമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. എന്തായാലും ഇനി വരാൻ പോകുന്ന മത്സരങ്ങളിൽ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ഫോർ നൗ.